എല്ലാവർക്കും നമസ്കാരം. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി രണ്ട് ഇൻഡെക്സ് എടുത്ത് നോക്കിയാലും കഴിഞ്ഞ 4 ദിവസമായിട്ട് ഒരു സൈഡ് വേയിലൂടെ തന്നെയാണ്. ഇന്നാണെങ്കിലും ഇന്നലെ ആണെങ്കിലും കഴിഞ്ഞ 4 ദിവസമായിട്ടാണെങ്കിലും ഒരു സൈഡ് വേയിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഒരു ചെറിയ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ താഴെ വന്ന് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടൊരു കൺസോൾട്ടേഷൻ, ഒരു സൈഡ് വേ തന്നെയായിരുന്നു. ഇതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, കഴിഞ്ഞ 3 ദിവസമായിട്ട് നിഫ്റ്റി റെഡ് ക്യാൻഡിലാണ് വെച്ചിരിക്കുന്നത്. കണ്ടല്ലേ, റെഡ് ക്യാൻഡിലാണ്. പക്ഷേ ഇന്നലത്തെ ക്യാൻഡിലിൻ്റെ താഴെ നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പോൾ മാർക്കറ്റ് ഇപ്പോഴും അപ് ട്രെൻഡിൽ തന്നെയാണ്. കഴിഞ്ഞ ഒരു 4 ദിവസത്തെ കാര്യം ഒഴിച്ചു നോക്കിയാൽ, ഇതുവരെയുള്ള കാര്യം ഒഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അതിനു മുമ്പും നിഫ്റ്റി റെഡ് ക്യാൻഡിൽ വെച്ച് ഒരു അപ് ട്രെൻഡ് തന്നെയായിരുന്നു. 100 ദിവസം എടുത്താൽ അതിലൊരു 70 ദിവസവും മാർക്കറ്റ് സൈഡ് വേയിലൂടെ തന്നെയായിരിക്കും. ഒരേ സമയം അപ്പ് മൂവ്മെൻറ്റും ഒരേ സമയം ഡൗൺ മൂവ്മെൻറ്റും ആയിക്കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രോഫിറ്റ് ഈസി ആയിട്ട് ഉണ്ടാക്കാം. പക്ഷേ ഈ കഴിഞ്ഞ 4 ദിവസമായിട്ടൊരു സൈഡ് വേ എന്ന് പറയാൻ പറ്റില്ല, ഒരു കൺസോൾട്ടേഷൻ എന്നാണ് പറയാൻ പറ്റുള്ളൂ. കാരണം പ്രീമിയം മൂവ് ആകുന്നില്ല. ആകെ ഒരു 50-70 പോയിൻറ്റിൻ്റെ അകത്താണ് ഇത് റണ്ണായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ അതിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കൽ ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഇന്നലെ പറഞ്ഞ രൂപത്തിൽ ഓപ്ഷൻ സെല്ലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. അതിനനുസരിച്ച് ക്യാപിറ്റലും വേണം, അത് വേറെ കാര്യം. അപ്പോൾ നമുക്കത് 1 അവർ ക്യാൻഡിലേക്ക് മാറ്റുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. കഴിഞ്ഞ 4 ദിവസമായിട്ടും മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷനിലാണ്. കണ്ടില്ലേ, ഒരു സൈഡ് വേ മാർക്കറ്റ് എന്നും കൂടെ പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലോ അപ് ട്രെൻഡ് ആണേനും. ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം എടുത്ത് നോക്കാം. 1 അവർ ക്യാൻഡിലിൽ നോക്കൂ. ഇന്ന് 15-30 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നീട് അവിടെ നിന്നോട്ട് എന്താണ് സംഭവിച്ചത്? ബാങ്ക് നിഫ്റ്റി പിന്നെയും കുഴപ്പമില്ല, ചെറിയൊരു സൈഡ് വേ ആണ്. എന്നാൽ നിഫ്റ്റി വളരെ കൺസോൾട്ടേഷൻ തന്നെയായിരുന്നു. ഇന്നലത്തെ ആണെങ്കിലും നോക്കിക്കോളൂ, മിനിഞ്ഞാന്നത്തെ ആണെങ്കിലും നോക്കിക്കോളൂ, ഒരു സൈഡ് വേ തന്നെയാണ്. പ്രോപ്പറായ ഒരു എൻട്രി നമുക്ക് കിട്ടാത്തൊരു കൺസോൾട്ടേഷനാണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു 4 മണിക്കൂർ ഒരു ഗ്രീൻ ക്യാൻഡിൽ വെച്ചിട്ട് അവസാനത്തെ മണിക്കൂർ ഒരു റെഡ് ക്യാൻഡിലാണ് ഫോമായിരിക്കുന്നത്. ഒരു പക്ഷേ നാളെ മാർക്കറ്റ് താഴെ വന്ന് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനും സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം നാളേക്ക് നമുക്ക് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും എങ്ങനെ കറക്റ്റായി ഒരു ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രീമിയം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ജനറൽ ഗ്രൂപ്പിൻ്റെ ലിങ്കുണ്ട്. അതിലും നമ്മൾ 2-3 സിഗ്നലുകൾ ഡെയിലി കൊടുക്കാറുണ്ട്. സക്സസ് തന്നെയാണ്. ജോയിൻ ചെയ്യാം. അവിടെ നിന്നും പ്രീമിയം ഗ്രൂപ്പിലേക്ക് ചെറിയ പൈസ കൊടുത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുമായി സംസാരിച്ച് ജോയിൻ ചെയ്യാം. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നഷ്ടപ്പെടുത്തിയവരാണോ? ഇപ്പോഴും കൺസിസ്റ്റൻ്റായ പ്രോഫിറ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നില്ലേ? എങ്കിൽ ഞങ്ങൾ തരുന്ന മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ട്രേഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ താഴെ ലിങ്കുണ്ട്, ഞങ്ങളോടൊപ്പം കൂടാം. ഓർക്കുക, നഷ്ടപ്പെട്ട വേഗത്തിൽ കിട്ടിക്കൊള്ളണമെന്നില്ല, എങ്കിലും നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും. നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരാം. 53,354 57 ഇന്ന് ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പ്രീവിയസ് ലോ എന്ന് പറയുന്നത് ഇവിടെയാണ് 53,250. നമുക്ക് നാളെ ഇത് ക്രോസ് ചെയ്താൽ തന്നെ ട്രേഡ് എടുത്ത് പോകാൻ കഴിയും മുകളിലേക്ക്. മാർക്കറ്റ് അപ് ട്രെൻഡ് ആയതുകൊണ്ടാണ് ഞാൻ ആദ്യം മേലത്തെ കാര്യം പറയുന്നത്. കാരണം 53,250 നിന്ന് 53,360 വരെ 110 പോയിൻറ്റിൻ്റെ ഡിഫറൻറ്റ് ഉണ്ട്. എന്തായാലും ഒരു 100 പോയിൻറ്റ് മുകളിലേക്ക് പോയിട്ട് ഇന്നത്തെ ഹൈ ടച്ച് ചെയ്തിട്ടേ ഒന്ന് താഴേക്ക് വരാൻ സാധ്യതയുള്ളൂ, മേലെ പോവുകയാണെങ്കിൽ. അതിനുശേഷം ഇന്നത്തെ ഹൈ നമ്മൾ മാർക്ക് ചെയ്യുന്നു 360. അതിന് മുകളിലും ക്രോസ് ആൻഡ് ക്ലോസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു എൻട്രി എടുത്ത് പോകാം. ഇനി പ്രീവിയസ് ലോ നമുക്ക് എവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത്? ഞാൻ ഇന്നലെ മാർക്ക് ചെയ്ത ഭാഗത്ത് തന്നെയാണ്. ഈ ഒരു ഏരിയയാണ് 52,360. ഈ ഒരു റേഞ്ച് നമുക്ക് ബ്രേക്ക് ചെയ്യണം. അതായത് ഈ ഒരു ബോക്സിനകത്ത് നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് മുകളിലേക്ക് പോയാൽ നമുക്ക് മുകളിലേക്ക് എൻട്രി എടുക്കാം. ഇനി താഴേക്കാണ് വരുന്നതെങ്കിൽ ഈ 52,360 എന്നുള്ള പ്രീവിയസ് ലോ ക്രോസ് ചെയ്യണോ? വേണ്ട. അതിനിടയിൽ
നമുക്ക് മറ്റൊരു സപ്പോർട്ട് കാണണം ഈ ഭാഗത്തായിട്ട് 52,810. നാളെ ഈ ഒരു ബോക്സിനുള്ളിൽ ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ബോക്സ്, അതായത് 53,250 52,810 എവിടെയെങ്കിലും ഓപ്പൺ ചെയ്തിട്ട് മുകളിലേക്ക് പോയാൽ മുകളിലേക്കും എടുക്കാം, താഴേക്കാണ് വരുന്നതെങ്കിൽ ഈ 52,810 ബ്രേക്ക് ചെയ്താൽ നമുക്ക് ഇതുവരെ 52,300 ഒരു 400 വരെ നമുക്ക് വരാം. ഓക്കെ, കാരണം അതിനും താഴെ വരാനുള്ള സാധ്യതയുണ്ട് ഇന്നത്തെ ഗ്യാപ്പ് ഫില്ല് ചെയ്യണമെങ്കിൽ. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇതാണ്. ഇനി നമുക്ക് നിഫ്റ്റിയുടെ കാര്യം നോക്കാം. ഇന്നത്തെ ഹൈ 24,355. ഓക്കെ, ഇന്നത്തെ ഹൈ നമുക്ക് നാളെ ക്രോസ് ചെയ്താൽ എടുത്ത് മുകളിലേക്ക് പോകുന്നതിനേക്കാളും ഒന്നുകൂടെ സേഫ് ഇന്നലത്തെ ഹൈ ആയ 24,401 24,400 ക്രോസ് ചെയ്താലാണ് മുകളിലേക്ക് പോകുന്നത് ഒന്നുകൂടെ നമുക്ക് സേഫ്റ്റി ആയിട്ടുണ്ടാവുക. ഇവിടെ നിന്നും എടുക്കാം, സ്കാൽപ്പിംഗ് ചെയ്യുന്നവർക്ക് മാത്രമേ ഇവിടെ നിന്ന് എടുക്കാനുള്ള അവസരമുള്ളൂ. അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 24,350 ഇന്നത്തെ ഹൈയും 24,400 ഇന്നലത്തെ ഹൈയും. ഇനി പ്രീവിയസ് ലോ മാർക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ 24,283 അതിനും താഴെ ഈ ക്യാൻഡിലില്ല. അപ്പോൾ 24,280 ഈ 24 ഇതിനകത്ത് നാളെ ഓപ്പൺ ചെയ്തിട്ട് 24,280 താഴെ മാർക്കറ്റ് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റിയിൽ നമുക്ക് നാളെ താഴത്തേക്ക് ട്രേഡ് എടുത്ത് പോകാം. ഏതുവരെ എന്ന് വെച്ചാൽ ഇതിലും ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 ലെവലുകൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇന്നലെ ഒരു 2 സ്റ്റോക്കുകൾ തന്നിട്ട്, ഒന്നാമത്തേത് ജി ഷിപ്പാണ്. ജി ഷിപ്പിൽ 1255 നമുക്ക് എൻട്രി ഉള്ളത്. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് 1250 നമുക്ക് എൻട്രി 1255 വേണ്ടത്. നമുക്ക് ഇവിടെ 1249 57 59 ഒക്കെ പോയിട്ടുണ്ട്. 49 അടുത്ത ക്യാൻഡിൽ 59. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു എൻട്രി ലഭിച്ചിട്ടുണ്ട്. 1258 1257 1263 വരെ പോയിട്ടുണ്ട്. നമുക്കതിലൊരു എൻട്രി കിട്ടുകയും ചെയ്തു, പ്രോഫിറ്റും ലഭിച്ചിട്ടുണ്ട്. 1269 നമ്മുടെ സെക്കൻഡ് ടാർഗറ്റ്. അതുവരെ പോയിട്ടില്ല, 1263 വരെ പോയിട്ടുള്ളൂ. ഫസ്റ്റ് ടാർഗറ്റ് തന്നെ പോയിട്ടില്ല. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് 1263 പോയി താഴെ വരുന്ന സമയത്ത് ആരെങ്കിലും പ്രോഫിറ്റ് ബുക്ക് ചെയ്തോ എന്നറിയില്ല. ഏതായിരുന്നാലും അതിനുശേഷം ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 1235 വരെ പോയിട്ടുണ്ട്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് 1246. അപ്പോൾ 1263 വരെ പോയിട്ട് ആരെങ്കിലും എക്സിറ്റ് അടിച്ചിട്ടില്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ടാവും. കാരണം 1263 വരെ പോയിട്ട് പിന്നെ താഴെ വരുമ്പോൾ പിന്നെ അവിടെ ഈ നമ്മുടെ എൻട്രി പ്രൈസിൻ്റെ താഴെ വരുന്നത് വെയിറ്റ് ചെയ്യാൻ പാടില്ല. ശരിക്കും ഒരു ട്രേഡർ ആണെങ്കിൽ ഇനി ബിഗിനേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ടാവും എന്ന് അവർ തന്നെ പറയണം. കമൻ്റായിട്ട് പറയൂ, നമുക്ക് നോക്കാമല്ലോ എങ്ങനെയുണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് സ്റ്റൈല് എന്നുള്ളത്. ഓക്കെ, അല്ല ഇതിൽ കൂടെ തന്നെ അങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ടാർഗറ്റ് 1264 പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ടച്ച് ആവട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ഈ ലിമിറ്റ് ഓർഡർ 1264 ടാർഗറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് കാത്തിരുന്ന ചിലപ്പോൾ ഇതുപോലെയൊക്കെ സംഭവിക്കും. അപ്പോൾ നമ്മൾ അഡ്വാൻസായിട്ട് കുറച്ച് സൈക്കോളജിക്കലായിട്ടൊക്കെ ഒന്ന് കണ്ടുകൊണ്ട് ഇനി ഇവിടെ കുറച്ച് നേരം താഴത്തേക്കാണല്ലോ വരുന്നത്. 1263 1260 വന്നാൽ എന്ത് വിചാരിക്കണം, 3 പോയിന്റ് പോയാൽ പോട്ടെ, ഇനി താഴത്തേക്ക് തന്നെയാണ് വരുന്നതെങ്കിലോ. നമ്മളിവിടെ ഇൻഡെക്സിൻ്റെ പെർഫോമൻസ് നോക്കാം. ആ സമയത്ത് നിഫ്റ്റിയുടെ പെർഫോമൻസിൽ എന്താണ് കാണുന്നത്, താഴത്തേക്ക് തന്നെയാണ് വരുന്നതെങ്കിൽ ഉടനെ എന്ത് ചെയ്യണം, നിങ്ങൾ എക്സിറ്റ് അടിച്ച് കിട്ടിയ പ്രോഫിറ്റായിട്ട് മുങ്ങുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പഠിക്കാൻ പറ്റുമോ ബിഗിനേഴ്സിന്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇന്ന് എന്താണ് സംഭവിച്ചതെന്നുള്ളത് കമൻ്റായിട്ട് പറയുക. അടുത്തത് കോൾ ഇന്ത്യയാണ്. കോൾ ഇന്ത്യ 487.50 എൻട്രി. ഇന്ന് ഓപ്പൺ ചെയ്തത് 488. പിന്നെ 485.50 വരെ വന്നിട്ടുണ്ട്. പിന്നീട് അവിടെ നിന്ന് 492 വരെ പോയിട്ടുണ്ട്. അതിലെന്തായാലും ഫസ്റ്റ് ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. 492.80 വരെ പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രോഫിറ്റായി. അപ്പോൾ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അതുപോലെ നിങ്ങളുടെ ട്രേഡിംഗ് സ്റ്റൈലൊക്കെ കമൻ്റായിട്ട് പറയുക, ഒന്ന് വായിക്കാമല്ലോ. നാളെ നമുക്ക് ട്രേഡ് ചെയ്യാൻ HDFC ലൈഫാണ് ഒന്നാമത്തേത്. ഇവിടെ ഈ ഒരു ഏരിയ, ഈ ഒരു പോയിൻ്റ് ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് 2 3 പലതവണ. ഓക്കെ, നാളെ അഥവാ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കൊരു എൻട്രി എടുക്കാം 607 കേട്ടോ. 602 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 612 615 എന്നിങ്ങനെ ടാർഗറ്റ് വെക്കാവുന്നതാണ്. അടുത്തത് ഉഷാമാർട്ടിലും ഒരു ബൈ എൻട്രിയാണ്. നോക്കൂ എത്ര സുന്ദരമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.
ഒരു ഓപ്പോസിറ്റ് ഉൾട്ട ഹെഡ് ആൻഡ് ഷോൾഡർ ഇല്ലേ. അപ്പോൾ നമുക്ക് നാളെ 412 എൻട്രി എടുക്കുക. 409 ചെറിയ സ്റ്റോപ്പ് ലോസാണ്. 415 417 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. അതിനും മുകളിൽ പോവുകയാണെങ്കിൽ ഇതുവരെയൊക്കെ പോകാനുള്ള സാധ്യത ഉണ്ട്. നോക്കുക, പരമാവധി സ്റ്റോപ്പ് ലോസ് മൈനസ് ചെയ്തിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ 2 സ്റ്റോക്കുകളും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് സ്വന്തമായി അനലൈസ് ചെയ്ത് എടുക്കാൻ ശ്രമിക്കുക. ഞങ്ങളുടെ വീഡിയോ ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നമുക്ക് ടെലഗ്രാമിൻ്റെ ഇടയ്ക്കൊക്കെ ഇതൊന്നും നോക്കണമല്ലോ. ടെലഗ്രാമിൻ്റെ പെർഫോമൻസ് നോക്കാം. ഇത് ഇൻഡെക്സ് ഓപ്ഷൻ കൊടുക്കുന്നത് മാത്രമാണ്. ഫസ്റ്റ് 0 15 ഇതിൽ പ്രോഫിറ്റാണ് കേട്ടോ. 27 വരെ പോയിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു പ്രോഫിറ്റ് എടുത്ത സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു തന്നിട്ടുണ്ട് ഓരോരുത്തർ. 24 250 130 അത് 137. ഓക്കെ, ഫസ്റ്റ് ടാർഗറ്റ് പോയിട്ടുണ്ട്. അതിലും പ്രോഫിറ്റാണ്. 24 500 സി എബോവ് 10 16 ഇല്ല, ഇത് സ്റ്റോപ്പ് ലോസ് ഹിറ്റാണ്. പക്ഷേ റിസ്കി ട്രേഡേഴ്സ് ഓൺലി എന്ന് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഉള്ളതല്ല, മാർക്കറ്റിനെ കുറിച്ച് അറിയുന്നവർക്കുള്ളതാണത്. പിന്നെ 24 400 പുട്ട് 70 അത് നമുക്ക് ഫുൾ ടാർഗറ്റ് ഹിറ്റായിട്ടുണ്ട് കേട്ടോ. പ്രോഫിറ്റ് എടുത്തവരുടെ സ്ക്രീൻഷോട്ടാണ്. പിന്നെ നിഫ്റ്റി 24 300 60 എബോവ് ഇത് ആക്ടിവേറ്റ് ആയിട്ടില്ല. പിന്നെ നിഫ്റ്റി 90 അത് എടുത്തു, പക്ഷേ 92 90 എന്നിങ്ങനെ കളിക്കുന്നുണ്ടപ്പോൾ എക്സിറ്റ് അടിക്കാൻ പറഞ്ഞു. പ്രീമിയം ഡീക്കൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രീമിയം മണ്ടിങ് ആണ്. അപ്പോൾ അതിൽ പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല. ഓക്കെ, അടുത്തത് നിഫ്റ്റി കാൾ സൈഡ് 90 എബോവ് അത് നമുക്ക് നാളേക്ക് BTST പുട്ട് സൈഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻഡെക്സ് ഓപ്ഷൻ ഇങ്ങനെയാണ് കുറച്ച് ദിവസമായിട്ട് വളരെ കുറവാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ലോസ് ഇല്ല. ഇപ്പോൾ വൈകുന്നേരം ക്രൂഡ് ഓയിൽ നാച്ചുറൽ ഗ്യാസ് കൊടുത്തു. 13.25 കൊടുത്തു. 13.90 വരെ പോയി. നമ്മുടെ ഒരു സഹോദരൻ ഒരു മെമ്പർ ചെയ്ത പണിയാണ്. ബജാജ് ഫിനാൻസ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ബജാജ് ഫിനാൻസ് 7300 കാൾ സൈഡ് 235 എബോവ്. ഓക്കെ, 235 വരാതെ ഇത് എടുക്കാൻ പാടില്ല. 235 എടുക്കുക. 235 വന്ന് ടച്ച് ചെയ്തിട്ട് പിന്നെയും താഴെ വരുന്നുണ്ടോ നോക്കുക. താഴെ വരുന്നുണ്ടെങ്കിൽ താഴെ പോയിട്ട് വീണ്ടും തിരിച്ചു വരുമ്പോൾ 235 തന്നെ എടുക്കുക. 235 വന്ന് മൂവിങ് ആവുന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് 235 എടുക്കാൻ പാടുള്ളൂ. ഞാനിത് 9.16 ഇട്ടു എന്ന് വിചാരിച്ചിട്ട് അപ്പം തന്നെ അങ്ങോട്ട് ചാടി എടുക്കരുത്. ആ സമയത്ത് 200 210 ആയിരിക്കും. അത് പിന്നീട് താഴെ പോയപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മുടെ ഒരു സുഹൃത്ത്, നമ്മുടെ ഒരു മെമ്പർ എടുത്ത അയാൾക്ക് ലോസ് സംഭവിച്ചു. നോക്കൂ, എത്ര 1500 1600 രൂപ ലോസ് സംഭവിച്ചു. ഇന്നത്തെ ഹൈ എത്രയാണത്? ഇന്ന് ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 229.95. 235 വന്നിട്ടില്ല. അപ്പോൾ അതിൽ എൻട്രി ലഭിച്ചിട്ടില്ല. ഇത് മനസ്സിലാക്കാതെയാണ് പലരും ട്രേഡ് ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്നത്. എത്ര ഇത് പറഞ്ഞു കൊടുക്കുക. നമ്മുടെ ടെക്സ്റ്റുകൾ റൂൾസ് ആൻഡ് ഗൈഡൻസ് ഡെയിലി ഗ്രൂപ്പിലിടുന്നുണ്ട്. അതെങ്കിലും ഡെയിലി ഒരു തവണ വായിച്ചാലെങ്കിലും ബൈഹാർട്ട് ആവുമായിരുന്നു. അതും നമ്മുടെ മെമ്പേഴ്സ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ചിലപ്പോൾ പുതിയ മെമ്പറായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇത് സംഭവിച്ചത്. ഞാൻ അയാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ഓപ്ഷൻ ഗ്രൂപ്പിൽ, അതായത് കമ്മോഡിറ്റി സ്റ്റോക്ക് ഓപ്ഷൻ ഗ്രൂപ്പിൽ ബജാജ് ഫിനാൻസ് അങ്ങനെ എൻട്രി കിട്ടിയിട്ടില്ല. സൺ ഫാർമ നല്ല പ്രോഫിറ്റാണ്. 54.50 മുതൽ 68-69 വരെ പോയിട്ടുണ്ട്. പക്ഷേ അതുവരെയൊക്കെ ആരെയും വെയിറ്റ് ചെയ്തതെന്ന് അറിയില്ല. ഒരു 1000-1500 കിട്ടിയപ്പോൾ എക്സിറ്റ് ആയിട്ടുണ്ടാവും. പിന്നെ രണ്ടാമത് REC ലിമിറ്റഡ്, അത് ആക്ടിവേറ്റ് ആയിട്ടില്ല. പിന്നെ ഉള്ളത് എക്വിറ്റിയാണ് കൊടുത്തത്, സ്വിങ് സൺഫ്ലാബ്. അത് 259 മുതൽ 268 വരെ എന്തോ പോയിട്ടുണ്ട് ഇന്ന്. പിന്നെ വന്നിട്ട് ഇതാണ്ടോ സൺ ഫാർമയിൽ ചെറിയ പ്രോഫിറ്റൊക്കെ എടുത്തിട്ട് മതി. ടെൻഷനുള്ളവർ ചെറിയ പ്രോഫിറ്റ് എടുത്താലും മതി, ചെറിയ പ്രോഫിറ്റാണ്. അതേസമയം ചിലർ നല്ല പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ HDFC AMC ആണ് 143 മുതൽ ഇത് 170 180 അങ്ങനെ എന്തോ പോയിട്ടുണ്ട്. നല്ല പ്രോഫിറ്റാണ് HDFC AMCയിൽ. പിന്നെ ഇപ്ക ലാബ് അത് ആക്ടിവേറ്റ് ആയിട്ടില്ല. പിന്നെ ഡോക്ടർ റെഡ്ഡി 171 എടുക്കാൻ പറഞ്ഞു, അതും ആക്ടിവേറ്റ് ആയിട്ടില്ല. സീമെൻസ് 90 അത് ആക്ടിവേറ്റായി 96 വരെ പോയിട്ടുണ്ട്. പിന്നെ 173 ആണ് കേട്ടോ HDFC AMC. കണ്ടോ ഒരു മഹാൻ എടുത്തത്, നോക്കൂ, ഡോക്ടർ റെഡ്ഡി HDFC AMC. ഡോക്ടർ റെഡ്ഡി ആക്ടിവേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. HDFC ലൈഫ്, HDFC AMCയിലൊക്കെ 8800 രൂപയ്ക്കാണ് പ്രോഫിറ്റ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ വൈകുന്നേരം കൊടുത്ത നാച്ചുറൽ ഗ്യാസ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇന്ന്
ഏതും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഓപ്ഷൻ നമ്മുടെ ജനറൽ ഗ്രൂപ്പാണുള്ളത്. ജനറൽ ഗ്രൂപ്പിൽ നമ്മൾ കൊടുക്കാറുണ്ട്. അവർ നമ്മൾ നിരാശരാക്കാറില്ല. ഇതാ 0 എടുത്ത് പ്രോഫിറ്റായി ഇതാ 15-27 പോയിട്ടുണ്ട്. പിന്നെ ഇക്വിറ്റി സൺഫ്ലാബ് അതും കൊടുത്തിട്ടുണ്ട്. മെയിനായിട്ട് എന്തറിയോ, ആ 2 ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് ഇതിൽ അധികവും മൈൻഡ് ചെയ്യാൻ കഴിയുന്നില്ല. എല്ലാം കൂടെ 3 ഗ്രൂപ്പും കൂടെ മൈനസ് ചെയ്യുക, ചാർട്ട് നോക്കുക, എല്ലാം കൂടെ ആകുമ്പോഴേ അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ ഓർമ്മ വരുമ്പോൾ അങ്ങനെ ഫോർവേഡ് ചെയ്യലുണ്ട്. അപ്പോൾ ഓക്കെ, പ്രീമിയം ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളോടൊപ്പം വരാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.